പൈതൃകപാതയെ പുൽകിടണം, സുവനപ്പു സമസ്തയെ ചേർത്തിടണം. പണ്ഡിത കുലപതി സമസ്തയുടെ പൈതൃകം എന്ന് പറയുന്നത് അത് ഇസ്ലാമിക സമൂഹത്തിന്റെ പൈതൃകമാണ്. സമുദായത്തിന്റെ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അത് രണ്ടും സമസ്തയ്ക്ക് സുപ്രധാനമായിരുന്നു. ജാഥ ആ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് കാസർഗോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് എന്ന് അവസാനിക്കുമ്പോൾ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിന്റെ അവസാനമാണ്. പക്ഷേ മറ്റൊരു നൂറ്റാണ്ടിന്റെ പ്രഖ്യാപനം കൂടി ആവട്ടെ. മലപ്പുറം ഒരു ഭാഗത്ത് സമ്മേളനം എത്രത്തോളം വലുതാണെങ്കിൽ എങ്ങനെ ആയിരിക്കുമെന്ന് ഊഹിക്കാൻ തന്നെ സാധിക്കുന്നില്ല. നാടിന്റെ ബഹുസ്വരതയെയും ഈ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യ എന്ന ദേശീയ വികാരത്തോടൊപ്പം സഞ്ചരിക്കുകയും അതിനാവശ്യമായ സാഹചര്യം ഒരുക്കുവാനുമുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. എവിടെയാണെങ്കിലും നമ്മൾ തഖ്വയുള്ളവരാവണം. ജനങ്ങളോട് നല്ല നിലക്കുള്ള പെരുമാറ്റമാണ് നമുക്കുണ്ടാവേണ്ടത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു വാക്കാണ്. അപ്പോൾ ആ നിലക്ക് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ തഖ്വയുള്ളവരാവുക. ജനങ്ങളോട് നല്ല സ്വഭാവത്തിലുള്ള പെരുമാറ്റമാവണമെന്നുണ്ടെങ്കിൽ ആ സ്വഭാവങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നിട്ട് ലഭിക്കപ്പെട്ട സ്വഭാവങ്ങളാവണം എന്നാണ്.